പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾ യേശുക്രിസ്തുവിൻ്റെ ഒരു ശിഷ്യനാണെങ്കിൽ ഫലം കായ്ക്കുന്നില്ലെന്ന് പറയുന്നത് പരസ്പര വിരുദ്ധമാണ്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൽ ബൈബിൾ ഇത് വ്യക്തമാക്കുന്നു. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകും. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. യേശുവിൽ വസിക്കുക എന്നതിനർത്ഥം നമ്മുടെ ജീവിതം സ്വാഭാവികമായി ദൃശ്യമായ ഫലം പുറപ്പെടുവിക്കണം എന്നാണ്. സ്നേഹം, ദയ, ക്ഷമ, സൽപ്രവൃത്തികൾ. വിശ്വാസം ദൈവകൃപയിലുള്ള ജീവനുള്ളതും ധീരവുമായ ആത്മവിശ്വാസമാണ്. യഥാർത്ഥ വിശ്വാസം പ്രവൃത്തിയിൽ പ്രകടമാകുന്നു. യഥാർത്ഥ ശിഷ്യത്വത്തിന്റെ തെളിവായി യേശു ഫലപ്രാപ്തിയെ പഠിപ്പിച്ചു. കാരണം ഒരു വൃക്ഷം അത് കായ്ക്കുന്ന ഫലത്താൽ അറിയപ്പെടുന്നു. സ്നേഹിക്കുക, നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് ചെയ്യുക. നമ്മുടെ ഹൃദയങ്ങൾ ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ ആഴത്തിൽ വേരൂന്നുമ്പോൾ ആത്മാവിന്റെ ഫലങ്ങൾ സ്വാഭാവികമായി നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴുകും. അതിനാൽ ക്രിസ്തുവിന്റെ അനുയായിയാകുക എന്നത് വെറും ഒരു സ്ഥാനപ്പേരോ വിശ്വാസമോ അല്ല. അത് യേശുവിന്റെ സ്വഭാവത്തെ പ്രതിഫലിപ്പിക്കുന്ന ഊർജ്ജസ്വലവും സജീവവുമായ ഒരു ജീവിതമാണ്. എൻ്റെ ഉപദേശം, നിങ്ങളുടെ ജീവിതം ദിവസവും പരിശോധിക്കുക. നിങ്ങൾ ഫലം കായ്ക്കുന്നുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിൽ ഫലം കുറഞ്ഞ മേഖലകൾ വെളിപ്പെടുത്താനും സ്നേഹത്തിലും സേവനത്തിലും വിശ്വാസത്തിലും വളരാൻ നിങ്ങളെ സഹായിക്കാനും ദൈവത്തോട് അപേക്ഷിക്കുക. യേശുവിലുള്ള നിങ്ങളുടെ ബന്ധം സജീവവും ശക്തവുമായിരിക്കട്ടെ. അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിലൂടെ ദൈവമഹത്വം യഥാർത്ഥത്തിൽ പ്രതിഫലിക്കും. ഓർക്കുക, ക്രിസ്തു നിങ്ങളിൽ ഉള്ളതിനാൽ ശിഷ്യത്വം ഫലപ്രദമായി തീരുന്നു. ക്രിസ്തുവേശുവിലൂടെ നിത്യതയ്ക്കാവുന്ന ഒരു നല്ല ദിവസം ആശംസിക്കുന്നു.